കണ്ണൂർ ആറളത്ത് സമരം ചെയ്ത 10 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറെ തടഞ്ഞുവെച്ചതിനും മർദ്ദിച്ചതിനുമാണ് കേസ്. 6 ദിവസമായി RRT ഓഫീസിന് മുന്നിൽ പ്രതിഷേധക്കാർ കുത്തിയിരിപ്പ് സമരം തുടരുകയാണ്. വിവരങ്ങളുമായി നിഖിൽ അളവൂരുണ്ട്. നിഖിൽ, വിവരങ്ങൾ. ആറളത്തെ വന്യജീവി ശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സമരം ഇന്ന് 6ാം ദിവസമാണ്. ഈ 6 ദിവസങ്ങളിലായി അവിടെ സമരം തുടരുന്നത്. ഇന്നലെ ഈ സമരവുമായി ബന്ധപ്പെട്ട ചെറിയ സംഘർഷം ഉണ്ടായിരുന്നു RRT ഓഫീസിന് മുന്നിൽ. കരിക്കോട്ടക്കരിയിൽ ഇറങ്ങിയ ആനയെ പിടികൂടാൻ വലിയ സംവിധാനങ്ങൾ ഒരുക്കിയ വനം വകുപ്പ് ആറളം പുനരധിവാസ മേഖലയിലെ ആനകളെ പിടികൂടാനോ അത് ജനങ്ങളുടെ ജീവനെടുക്കുന്ന രീതിയിൽ നിന്നൊരു മാറ്റം വരുത്താനോ വേണ്ട ഇടപെടൽ നടത്തുന്നില്ല എന്ന് ആരോപിച്ചായിരുന്നു അത്തരത്തിൽ പ്രതിഷേധം ഉണ്ടായിരുന്നത്. ആ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കണ്ടാലറിയാവുന്ന 10 പേർക്കെതിരെ ആറളം പോലീസ് കേസെടുത്തിരിക്കുന്നത്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറെ തടഞ്ഞു വെക്കുകയും വടി ഉപയോഗിച്ച് മർദ്ദിക്കുകയും ചെയ്തു തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് FIR-ൽ പറഞ്ഞിരിക്കുന്നത്. നാളെ ജില്ലാ കലക്ടറും പേരാവൂർ MLA സണ്ണി ജോസഫും ഈ പ്രദേശം സന്ദർശിക്കുന്നതിനൊപ്പം സമരക്കാരുമായി സംസാരിക്കുന്നുണ്ട്. ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് സമരം ഒത്തുതീർപ്പിലേക്ക് പോകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ പരിഗണനയോടുകൂടിയാണ് കാണുന്നത്. അത്തരത്തിൽ കൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറെ വടി കൊണ്ട് 10 അംഗ സംഘം മർദ്ദിച്ചു. ഒപ്പം തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഇന്ന് ആറളവുമായി ബന്ധപ്പെട്ട യോഗം കണ്ണൂർ കലക്ടറേറ്റിൽ ചേർന്നപ്പോഴും പറഞ്ഞത് സമരത്തിൽ ഉന്നയിക്കുന്ന ആവശ്യങ്ങളെല്ലാം തന്നെ അനുഭാവപൂർവ്വം പരിഗണിക്കാം, അതുകൊണ്ട് ഇത്തരത്തിലൊരു സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് മന്ത്രി ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യവും ഇന്നുണ്ടായിരുന്നു. അതായത് സമരക്കാരോട് അനുഭാവപൂർണമായ ഒരു നയത്തിലേക്ക് കാര്യങ്ങൾ വരികയാണല്ലേ? എത്തരത്തിലാണ് ഇപ്പോൾ അവിടെ സമരം പുരോഗമിക്കുന്നത്? ഈ സമരം ചെയ്യുന്ന ആളുകളുടെ ആവശ്യങ്ങളോട് അനുഭാവപൂർവമായ ഒരു സമീപനം സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഇന്നത്തെ അവലോകന യോഗത്തിലെടുത്ത തീരുമാനം. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നാളെ ആനമതിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വേഗത്തിലാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കണ്ണൂർ ജില്ലാ കലക്ടറും ഒപ്പം തന്നെ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA-യും ഉൾപ്പെടുന്ന സംഘം നാളെ രാവിലെ 10 മണിയോടുകൂടി ആറളത്ത് എത്തുന്നത്. ഈ വനം വകുപ്പുമായി ബന്ധപ്പെട്ട ഈ മരം മുറിച്ച് നീക്കാനുള്ള അനുമതി നൽകുന്നത് ഉൾപ്പെടെയുള്ള ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ വളരെ പെട്ടെന്നൊരു തീരുമാനമുണ്ടാക്കി മന്ത്രി പ്രഖ്യാപിച്ചതുപോലെ 6 മാസത്തിനുള്ളിൽ ആനമതിൽ നിർമ്മാണം പൂർത്തിയാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതുമായി ബന്ധപ്പെട്ടാണ് നാളത്തെ ഈ സന്ദർശനം. അതിനൊപ്പം തന്നെ ഈ ജനവാസ മേഖലകളിലേക്ക് ആനകൾ എത്താതിരിക്കാനുള്ള സോളാർ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കുറ്റമറ്റ രീതിയിൽ സ്ഥാപിക്കണമെന്നൊരാവശ്യമുണ്ട്. അതിനുകൂടി അത്തരം പ്രവർത്തനങ്ങൾ കൂടി വേഗത്തിലാക്കുക എന്നതുകൂടിയാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. അതുപോലെ തന്നെ അടിക്കാടുകൾ വെട്ടിനീക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് മന്ത്രി നേരത്തെ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന കാര്യം. അത് ചെയ്യുമ്പോൾ തന്നെ അത് ഫാമിലെ തൊഴിലാളികൾക്ക് തന്നെ അതിന്റെ തൊഴിൽ കൂടി നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാനും തീരുമാനമായിട്ടുണ്ട്. ശരി നിഖിൽ, കണ്ണൂർ ആറളത്താണ് സമരം ചെയ്ത 10 പേർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. നിഖിൽ അളവൂരാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.